ഓണക്കാല യാത്രാ തിരക്ക് മുന്നിൽ കണ്ട് വിപുലമായ യാത്രാ ക്രമീകരണങ്ങളുമായി KSRTC. പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ആവശ്യാനുസരണം ദീർഘദൂര ബസ്സുകളും അധിക സർവീസുകളും ഏർപ്പെടുത്തി. മണ്ണുത്തി ദേശീയപാതയിൽ 2 പാഴ്സൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. വാണിയംപാറയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടങ്ങൾ. ആർക്കും പരിക്കില്ല. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ സ്വകാര്യ റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ വീണ് 5 വയസ്സുകാരന് ദാരുണാന്ത്യം. കൊടുങ്ങല്ലൂർ സ്വദേശി റിഹാൻ അഹമ്മദാണ് മരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഓണക്കാല യാത്രാ തിരക്ക് മുന്നിൽ കണ്ട് വിപുലമായ യാത്രാ ക്രമീകരണങ്ങളുമായി KSRTC. പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ആവശ്യാനുസരണം ദീർഘദൂര ബസ്സുകളും അധിക സർവീസുകളും. ബംഗളൂരു, ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്കും തിരിച്ചും പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകളും ഏർപ്പെടുത്തി. ഓണാവധി അടുത്തതോടെ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്താണ് KSRTCയുടെ വിപുലമായ യാത്രാ ക്രമീകരണം. ഓഗസ്റ്റ് 21 മുതൽ 25 വരെയും ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 3 വരെയും പ്രതീക്ഷിക്കുന്ന തിരക്കനുസരിച്ച് അധിക ബസ്സുകൾ നിരത്തിലിറക്കും. പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് യാത്രക്കാരുടെ ആവശ്യാനുസരണം ദീർഘദൂര ബസ്സുകളും അധിക സർവീസുകളും ഓപ്പറേറ്റ് ചെയ്യും. യാത്രക്കാർക്ക് മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 19 മുതൽ സെപ്റ്റംബർ 2 വരെ ബംഗളൂരു, ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലേക്കും തിരിച്ചും പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തും. തിരക്കിനനുസരിച്ച് ഈ റൂട്ടുകളിൽ കൂടുതൽ സർവീസുകളും അനുവദിക്കും. തിരുവോണം ഒഴികെയുള്ള ദിവസങ്ങളിൽ പരമാവധി ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്യാനാണ് KSRTCയുടെ തീരുമാനം. അവധി ദിവസങ്ങളിൽ പ്രധാന റൂട്ടുകളിലെ സർവീസുകൾ പുനഃക്രമീകരിക്കുന്നതിനൊപ്പം അധിക സർവീസുകളും ഏർപ്പെടുത്തും. അതേസമയം ബജറ്റ് ടൂറിസം സെൽ വഴി സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്രക്കാരുടെ താൽപ്പര്യത്തിനനുസരിച്ച് പ്രത്യേക ട്രിപ്പുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ബംഗളൂരുവിലേക്കും തിരിച്ചും പുതിയതായി ആരംഭിച്ച വോൾവോ എക്സിക്യൂട്ടീവ് ക്ലാസ് സർവീസ് ഓടിത്തുടങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കും തിരിച്ചുമുള്ള എക്സിക്യൂട്ടീവ് ക്ലാസ് സർവീസും ഇന്ന് ആരംഭിക്കും. ബസ് വിവരങ്ങൾ അറിയുന്നതിനും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും 9447071021 എന്ന വാട്സാപ്പ് നമ്പറിൽ ഹായ് എന്ന് സന്ദേശം അയക്കാം. എൻ്റെ KSRTC നിയോ OPRS മൊബൈൽ ആപ്പ്, KSRTC വെബ്സൈറ്റ്, റിസർവേഷൻ കൗണ്ടറുകൾ എന്നിവ വഴിയും മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മണ്ണുത്തി ദേശീയപാതയിൽ 2 പാഴ്സൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. വാണിയംപാറയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടങ്ങൾ. ആർക്കും പരിക്കില്ല. മണ്ണുത്തി ദേശീയപാതയിൽ വാണിയംപാറയിലാണ് 2 പാഴ്സൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടങ്ങൾ. തൃശൂർ ദിശയിലേക്ക് പോകുന്ന പാതയിലും പാലക്കാട് ദിശയിലേക്ക് പോകുന്ന പാതയിലുമാണ് വാഹനങ്ങൾ മറിഞ്ഞത്. ഏകദേശം അരമണിക്കൂർ വ്യത്യാസത്തിലാണ് 2 അപകടങ്ങളും സംഭവിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മീഡിയ ടൈം, തൃശൂർ. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ സ്വകാര്യ റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ വീണ് 5 വയസ്സുകാരന് ദാരുണാന്ത്യം. കൊടുങ്ങല്ലൂർ സ്വദേശി റിഹാൻ അഹമ്മദാണ് മരിച്ചത്. റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു കുട്ടി. പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശി പരുത്തിപ്പുള്ളിയിലെ സ്വകാര്യ റിസോർട്ടിലാണ് ദാരുണ സംഭവം. കൊടുങ്ങല്ലൂർ പടിയത്ത് വീട്ടിൽ ബിനാഫിന്റെ മകൻ 5 വയസ്സുള്ള റിഹാൻ അഹമ്മദാണ് നീന്തൽക്കുളത്തിൽ വീണു മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 7:10 അപകടം. കുടുംബത്തോടൊപ്പം റിസോർട്ടിൽ വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു റിഹാൻ. മറ്റൊരു കുട്ടിയും കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു. നീന്തൽക്കുളത്തിന് സമീപം കുളിച്ചുകൊണ്ടിരിക്കെ കുട്ടി അബദ്ധത്തിൽ വെള്ളത്തിൽ വീഴുകയായിരുന്നു. പിന്നീടാണ് കുട്ടി വെള്ളത്തിൽ അകപ്പെട്ട വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ബന്ധപ്പെട്ട അധികൃതർ അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പുലിക്കളി സംഘങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന് ധനസഹായം വർദ്ധിപ്പിക്കാൻ നീക്കം. നിലവിലെ 50,000 രൂപയിൽ നിന്ന് തുക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കായിക യുവജനകാര്യ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി OJ ജനീഷ് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥിന് കത്ത് നൽകി. ധനസഹായം വർദ്ധിപ്പിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതായി മന്ത്രി അറിയിച്ചു. പുലിക്കളി സംഘങ്ങൾക്ക് ആശ്വാസമായി സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം വർദ്ധിപ്പിക്കാൻ നീക്കം. നിലവിൽ ഒരു സംഘത്തിന് നൽകുന്ന 50,000 രൂപയിൽ നിന്ന് മതിയായ വർധനവ് വേണമെന്നാണ് കായിക യുവജനകാര്യ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി OJ ജനീഷിന്റെ ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട് മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥിന് കത്ത് നൽകി. പുലിക്കളി നടത്തുന്നതിനുള്ള ചെലവുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ നിലവിലെ സർക്കാർ സഹായം അപര്യാപ്തമാണെന്ന് പുലിക്കളി സംഘങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു.
തുടർന്നാണ് ധനസഹായം വർദ്ധിപ്പിക്കുന്നതിനായി മന്ത്രിയുടെ ഇടപെടൽ. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പുലിക്കളി സംഘങ്ങളുടെ ആവശ്യം പരിഗണിച്ച് സഹായത്തുക വർദ്ധിപ്പിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതായി മന്ത്രി OJ ജനീഷ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കൊടുങ്ങല്ലൂരിൽ 5 ദിവസം നീളുന്ന ഓണാഘോഷത്തിന് നാളെ തുടക്കം. തകൃത്തോണം എന്ന പേരിൽ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ നടക്കുന്ന ആഘോഷങ്ങൾക്ക് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ നഗർ വേദിയാകും. മിനി മാരത്തോൺ, വർണ്ണാഭമായ ഘോഷയാത്ര, പ്രദർശനങ്ങൾ, കലാപരിപാടികൾ, മത്സരങ്ങൾ, ലൈവ് മ്യൂസിക് ഷോകൾ തുടങ്ങി വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 21 മുതൽ 25 വരെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ നഗറിലെ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 5 ദിവസം നീളുന്ന ആഘോഷ പരിപാടികൾ. മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾക്കാണ് നമ്മൾ രൂപം നൽകുന്നത്. ഇതിനോടകം തന്നെ വിവിധങ്ങളായ ദിവസങ്ങളിലായി സ്വാഗതസംഘ യോഗം ചേരുകയും സംഘാടക സമിതി യോഗം ചേരുകയും അതോടൊപ്പം തന്നെ വിവിധ ഉപസമിതികളുടെ യോഗങ്ങൾ ചേർന്ന് ഓരോ ദിവസത്തെയും പരിപാടികളെ സംബന്ധിച്ച് രൂപം തയ്യാറാക്കുകയും പരിപാടികളെ സംബന്ധിച്ച് ക്രമീകരണമാക്കുകയും ചെയ്തു. നമ്മളുടെ കൊടുങ്ങല്ലൂരിൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഈ കലാപരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി നാളെ രാവിലെ 6:30 മണിയോടുകൂടി ആരംഭിക്കുന്ന മാരത്തോണോട് കൂടിയിട്ടാണ് ഓണാഘോഷ പരിപാടികൾക്ക് ഔദ്യോഗികമായി തുടക്കം കൊടുക്കുന്നത്. നാളെ ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികളുണ്ടാകും. അതിനുശേഷം വൈകുന്നേരം 3 മണിക്ക്, ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കൊടുങ്ങല്ലൂരിൻ്റെ സാംസ്കാരിക പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിപുലമായ സാംസ്കാരിക ഘോഷയാത്രയാണ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. നാളെ രാവിലെ ലഹരിക്കെതിരെ തൂഫാൻ മിനി മാരത്തോണോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം. തുടർന്ന് വൈകിട്ട് കൊടുങ്ങല്ലൂർ നഗരത്തെ ചുറ്റിയുള്ള വർണ്ണാഭമായ ഘോഷയാത്രയും നടക്കും. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകൾ, സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, ADS അംഗങ്ങൾ, അംഗനവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടെയാണ് ഘോഷയാത്ര. കലാരൂപങ്ങളും ടാബ്ലോകളും വാദ്യഘോഷങ്ങളും ഉൾപ്പെടുന്ന ഘോഷയാത്ര മത്സരാടിസ്ഥാനത്തിലായിരിക്കും. ഘോഷയാത്രയ്ക്ക് ശേഷം ചേരുന്ന പൊതുസമ്മേളനം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. 5 ദിവസത്തെ ആഘോഷത്തിന്റെ ഭാഗമായി കാർഷിക, വ്യാവസായിക, ശാസ്ത്ര, സാങ്കേതിക പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. 40 സ്റ്റാളുകളിലായി നടക്കുന്ന പ്രദർശനത്തിൽ ISRO, AS സ്പേസ് ലാബ് തുടങ്ങിയ വിജ്ഞാനപ്രദമായ സ്റ്റാളുകൾക്കൊപ്പം ഫുഡ് പാർക്കും ഉണ്ടാകും. തിരുവാതിര, കൈകൊട്ടിക്കളി, മലയാളി മങ്ക മത്സരം, പുരുഷ കേസരി മത്സരം, ബോഡി ഷോ വിത്ത് മ്യൂസിക് തുടങ്ങിയ മത്സരങ്ങളും വിവിധ ദിവസങ്ങളിലായി നടക്കും. പ്രമുഖ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള അതിഥികളും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കും. അവസാന ദിവസം അഖില കേരള പ്രൊഫഷണൽ വടംവലി മത്സരത്തിനൊപ്പം പ്രാദേശിക ടീമുകൾക്കും വനിതകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക വടംവലി മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. സൈനോര നയിക്കുന്ന ലൈവ് മ്യൂസിക് ബാൻഡ്, സ്റ്റേജ് ഷോ, പഞ്ചാബി, കാശ്മീരി നൃത്തങ്ങൾ, DJ പരിപാടികൾ എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമാകും. നാട്ടിലെ കലാപ്രതിഭകൾക്ക് കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ടൗൺ വർണ്ണദീപങ്ങളാൽ അലങ്കരിക്കുന്നതിനൊപ്പം നൈറ്റ് ഷോപ്പിങ്ങിനുള്ള സൗകര്യവും വ്യാപാരി സമൂഹമൊരുക്കും. രാത്രി വൈകിയും മടങ്ങുന്നവർക്കായി KSRTC ഉൾപ്പെടെയുള്ള ബസ് സർവീസുകൾ അധികമായി നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. വിവിധ ദിവസങ്ങളിലായി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സിനിമാ താരങ്ങളും പരിപാടികളിൽ പങ്കെടുക്കും. സർക്കാർ വകുപ്പുകളായ LSGD, പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, ആരോഗ്യവകുപ്പ് എന്നിവയുടെ പിന്തുണയും സംഘാടക സമിതി ഉറപ്പാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. കൊടുങ്ങല്ലൂരിന്റെ ഓണാഘോഷത്തിൽ ബന്ധുമിത്രാദികളോടൊപ്പം എല്ലാവരും പങ്കുചേരണമെന്ന് സംഘാടക സമിതി ചെയർമാൻ മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷും ജനറൽ കൺവീനർ ഹണി പീതാംബരനും അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കണ്ണിക്കുളങ്ങര NSVVLP സ്കൂളിൽ ചെണ്ടുമല്ലി വിളവെടുപ്പ് നടത്തി. കൃഷിഭവനിൽ നിന്ന് ലഭിച്ച ചെണ്ടുമല്ലി തൈകളാണ് കുട്ടികൾ സ്കൂൾ അങ്കണത്തിൽ നട്ടുപിടിപ്പിച്ചത്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN രാജേഷ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് കൃഷിയോടുള്ള താൽപ്പര്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷിഭവൻ വിദ്യാലയത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കിയത്. ചടങ്ങിൽ കൃഷി ഓഫീസ് അസിസ്റ്റന്റ് ചിക്കു ശ്രീനിവാസൻ, വാർഡ് മെമ്പർ രഹന സഞ്ജൻ, പ്രധാന അധ്യാപിക PS സിന്ധു, PTA പ്രസിഡന്റ് KK പ്രസാദ്, PTA ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. മാള കാർമൽ കോളേജിൽ വജ്ര വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ തരംഗ 2K26 എന്ന പേരിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണത്തിന്റെ പാരമ്പര്യവും കേരളീയ സംസ്കാരത്തിന്റെ വൈവിധ്യവും വിളിച്ചോതുന്ന നിരവധി പരിപാടികളാണ് ഓണാഘോഷത്തിൽ അരങ്ങേറിയത്. ആഘോഷത്തിന് മാറ്റുകൂട്ടി ശിങ്കാരിമേളം അരങ്ങേറി. ആവേശം നിറച്ച വടംവലി മത്സരവും ഉറിയടി മത്സരവും ഫാഷൻ ഷോ, പൂക്കള മത്സരം, വിവിധ പഠന വകുപ്പുകൾ ഒരുക്കിയ കേരളീയ തനിമയാർന്ന വിവിധ മത്സരങ്ങൾ എന്നിവയുൾപ്പെടുന്ന ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന ഓണാഘോഷ പരിപാടികളാണ് കലാലയത്തിൽ അരങ്ങേറിയത്.
പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റിനി റാഫേൽ നേതൃത്വം നൽകിയ ആഘോഷത്തിന് സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ ജിയോ ജോസഫ്, ഡോക്ടർ വിനീത എൻ വിജയൻ, വിദ്യാർത്ഥി കോർഡിനേറ്റർമാരായ ജൂഡ് ബിജു, സിറിൽ ജോസഫ്, അസ്ഫർ സജു എന്നിവർ പങ്കാളികളായി. ചാലക്കുടി നാദവൃന്ദയുടെ നേതൃത്വത്തിൽ KMRAയുടെ SNDP യോഗം ചാലക്കുടി യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 23 ചാലക്കുടിയിൽ SNG ഹാളിൽ ചിങ്ങനിലാവിൽ ഒന്നിച്ചോണം 2026 എന്ന പേരിൽ വിപുലമായ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി രാവിലെ 9:30 മുതൽ അഖില കേരള തലത്തിൽ വയലാർ ദേവരാജൻ ഗാനാലാപന മത്സരം നടക്കും. സംഗീതപ്രേമികൾക്കും ഗായകർക്കും അവരുടെ കഴിവുകൾ അവതരിപ്പിക്കാനുള്ള മികച്ച വേദിയായിരിക്കും ഈ ഗാനാലാപന മത്സരം. വൈകിട്ട് നടക്കുന്ന പ്രധാന ഓണാഘോഷ പരിപാടിയിൽ സമ്മാനദാനം ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം ചെയർമാൻ K. ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് MN അഖിലേശൻ, ജനറൽ കൺവീനർ വിവേക് വാസുദേവൻ, P. പത്മനാഭൻ, KK രാധാകൃഷ്ണൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ വിതരണം ചെയ്യുന്നത് തുടരുക, പെൻഷൻ ഗുണഭോക്താക്കളോടുള്ള UDF സർക്കാരിന്റെ വെല്ലുവിളി അവസാനിപ്പിക്കുക, പെൻഷൻ പദ്ധതി തകർക്കുവാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM മാൾ അഷ്ടമിച്ചിറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടമ വില്ലേജ് ഓഫീസിന് മുന്നിൽ പെൻഷൻകാരുടെ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. CPIM ഏരിയ സെക്രട്ടറി TK സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ പിണറായിയുടെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്താണ്? നമ്മളോടൊക്കെ ചോദിച്ചാൽ പറയും മകന്റെ കല്യാണമായിരുന്നു ഏറ്റവും സന്തോഷകരം, അല്ലെങ്കിൽ മകളുടെ വിവാഹമായിരുന്നു, അല്ലെങ്കിൽ പുരതാമസമായിരുന്നു. എന്റെ പുരതാമസിച്ചാണ് ഏറ്റവും അസുലഭമായ നിമിഷമെന്നായിരിക്കും ഇപ്പൊ പറയും. പിണറായി വിജയൻ ചിരിക്കാത്ത മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോ ചിരിക്കാത്ത മുഖ്യമന്ത്രി പറഞ്ഞത് ഇതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ, ഏറ്റവും സന്തോഷകരമായ, മനസ്സിന് കുളിർമ തോന്നിയ, ഏറ്റവും സുപ്രധാനമായ ഒന്ന് ഞാൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്ന സത്യപ്രതിജ്ഞ ചെയ്ത ഒന്നാമത്തെ മന്ത്രിസഭക്കകത്ത് 18 മാസത്തെ പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരായ കർഷക തൊഴിലാളിയുടെ പെൻഷൻ കൊടുക്കാനുള്ള ഉത്തരവ് ഒപ്പുവെച്ചതാണ്. മാള ലോക്കൽ സെക്രട്ടറി P. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. കസ്റ്റമർ സെക്രട്ടറി ജിജു മാടപ്പള്ളി, KSKTU ഏരിയ പ്രസിഡന്റ് C. മജേഷ്, സിന്ധു അശോക്, PS. സുരേന്ദ്രൻ, സലീം പള്ളിമുറ്റത്ത്, ബഷീർ തെക്കത്ത്, ജയ ബിജു, ലിൻസി ജിജു എന്നിവർ സംസാരിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ട് വഴി മാത്രം നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ CPMന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തി. CPM കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി TV സുരേഷ് ബാബു അധ്യക്ഷനായി. KS കാസിം, NK സുരേഷ്, നൂറുൽ ഹുദ, ബിന്ദു രാജൻ, PL പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം CPM ഏരിയ കമ്മിറ്റി അംഗം EG സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS സുധീർ അധ്യക്ഷനായി. PK സജിത്, NK അബ്ദുൾ നാസർ, KK മുരളി, KG സജീവ്, KK സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപ്പിനി എടത്തുരുത്തി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചന്ദ്രാപ്പിനി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം രാജിഷ ശിവജി ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം അലോക് മോഹൻ, ലോക്കൽ സെക്രട്ടറിമാരായ AV സതീഷ്, ഷീന വിശ്വൻ, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭൈന പ്രദീപ്, വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. വീടുകളിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നത് നിർത്തലാക്കുവാനുള്ള UDF സർക്കാർ തീരുമാനത്തിനെതിരെ CPM പ്രതിഷേധം. പുല്ലൂറ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുല്ലൂറ്റ് വില്ലേജ് ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം KS സതീഷ്, NS ജയൻ, KR നാരായണൻ, ലത ഷാനി, M രാജീവ്, VK രാമനാഥൻ, നഗരസഭാ കൗൺസിലർ ചൈതന്യ ബിജു എന്നിവർ സംസാരിച്ചു. NA സുബൈർ, KK ടോണി, NAM അഷറഫ് എന്നിവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർ PN രാമദാസ് അധ്യക്ഷത വഹിച്ചു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണക്കാല യാത്രാ തിരക്ക് മുന്നിൽ കണ്ട് വിപുലമായ യാത്രാ ക്രമീകരണങ്ങളുമായി KSRTC. പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ആവശ്യാനുസരണം ദീർഘദൂര ബസ്സുകളും അധിക സർവീസുകളും ഏർപ്പെടുത്തി. മണ്ണുത്തി ദേശീയപാതയിൽ 2 പാഴ്സൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. വാണിയംപാറയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടങ്ങൾ. ആർക്കും പരിക്കില്ല. പെരിങ്ങോട്ടുകുരിശിയിൽ സ്വകാര്യ റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ വീണ് 5 വയസ്സുകാരന് ദാരുണാന്ത്യം. കൊടുങ്ങല്ലൂർ സ്വദേശി റിഹാൻ അഹമ്മദാണ് മരിച്ചത്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.